ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം ഇവിടെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര യോഗാ ദിനം 21. പ്രിയപ്പെട്ടവരെ, അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കും എന്നാണ് ശ്രീ രാജേഷ് സാർ പറഞ്ഞത്. പക്ഷേ ഞാൻ വിശദീകരിക്കുന്നില്ല, പറയേണ്ടതെല്ലാം സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. എനിക്കൊരു വിഷമമുള്ളത്, സാധാരണ ഇത്തരം യോഗ ദിനങ്ങളിൽ ഞാൻ യോഗ ചെയ്തുകൊണ്ട് നിങ്ങളോടൊപ്പം കൂടുകയാണ് പതിവ്. പക്ഷേ ഇന്ന് എനിക്ക് അത്യാവശ്യമായി മറ്റൊരു ചടങ്ങിൽ 8:30 പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്നുള്ളൊരു ദുഃഖമുണ്ട്. ഈ യോഗ എന്ന ഇന്ന് ലോകം ഉത്തരം അംഗീകരിച്ചുള്ള, നേരത്തെ ഭാരതത്തിൽ മാത്രമായിരുന്നുവെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ UN അംഗീകരിച്ച അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നുണ്ട്. ഞാൻ മിക്കവാറും സമയം കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം വർഷങ്ങളായി യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ മെൻ്റൽ പവർ, അതാണ് മെൻ്റൽ പവർ എന്ന ഒറ്റവാക്ക് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ മെൻ്റൽ പവർ, മാനസികമായ ശക്തി, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ പ്രേരകമായിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ തോന്നിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങി എല്ലാവരോടുമുള്ള നന്ദി. അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗ ഇൻസ്ട്രക്ടറായി യോഗ ഡെമോൺസ്ട്രേഷൻ നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ രാജേഷ് അവർക്കും ഹൃദയപൂർവ്വം ആശംസകൾ നേർന്നുകൊണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അപ്പോൾ സാറ് പറഞ്ഞു യോഗ, ഇനി യോഗയെക്കുറിച്ച് പറയാൻ ടീച്ചേഴ്സ് ആരെങ്കിലും ഇല്ല. അപ്പോൾ നമ്മൾ യോഗ, നിങ്ങളെല്ലാവരും യോഗ എന്ന് കേട്ടു. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? യോഗ ഭാരതത്തിൻ്റെ ഒരു സൃഷ്ടി തന്നെയാണ്. അതിൽ ആചാര്യൻ എന്ന് പറയുന്നത്, യോഗയുടെ ആചാര്യൻ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇതിലുള്ളവർക്ക് ആരാണ്? പതഞ്ജലി മഹർഷി. കേട്ടോ? അപ്പോൾ നിങ്ങൾ യോഗയെക്കുറിച്ച് അറിയുമ്പോൾ യോഗയുടെ 1-2 കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. യോഗയുടെ ആചാര്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതഞ്ജലി മഹർഷി. യോഗയിൽ എത്ര തരം ആസനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 3 ലക്ഷത്തിൽ പരം ആസനങ്ങളുണ്ട്. ചില്ലറ കാര്യമല്ല, 3 ലക്ഷത്തിൽ പരം ആസനങ്ങൾ അടങ്ങിയ പതഞ്ജലി യോഗയെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് ചിത്തവൃത്തി നിരോധ. ഇപ്പൊ സാറ് പറഞ്ഞു മനസ്സ്, അല്ലെ? അപ്പൊ പതഞ്ജലി യോഗയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചിത്തവൃത്തി നിരോധ. നമ്മൾ അതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ മനസ്സിനെ കീഴടക്കുക, അല്ലെ? നമ്മുടെ മനസ്സിനെ കീഴടക്കുക, മനസ്സിന് ശക്തി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, മനസ്സ് നിയന്ത്രണത്തിലാക്കുക. മനസ്സിലായി? അതാണ് യോഗയുടെ ശരിക്കുള്ള, നമ്മുടെ യോഗ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് കൂടുതൽ സ്ട്രെങ്തൻ ആവും. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, മനസ്സിലായില്ലേ? വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമ്മളിൽ വന്നു ചേരുന്നതാണ് യോഗ. ഇപ്പൊ യോഗ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് തലങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ യോഗയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അഷ്ടാംഗം ആണ് യോഗയുടെ ഘടകം. അഷ്ടാംഗം എന്ന് വെച്ചാൽ 8, അല്ലെ? യമം, നിയമം, ആസനം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ പഠിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യമം, നിയമം, ആസനം. അത് കഴിഞ്ഞാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഇതാണ് യോഗയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ യോഗയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ യോഗയുടെ ആചാര്യൻ ആരാണ്, എന്തൊക്കെ ആസനങ്ങളുണ്ട്, അല്ലെ? അപ്പൊ ഇതിന്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അഷ്ടാംഗം. യോഗയിൽ വരുന്നതാണ് അഷ്ടാംഗം. അതാണ് ഞാൻ പറഞ്ഞത്, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഇതാണ് യോഗ. ഇത്രയേ ഉള്ളൂ. ഇത് സമാധി എത്തുമ്പോൾ അതിന്റെ നമ്മുടെ കൺക്ലൂഷൻ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: യമം, നിയമം, ആസനം. അപ്പൊ യമം എന്താണ്, നിയമം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പിന്നെ യോഗ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലായിരുന്നാലും എവിടെയായിരുന്നാലും ആദ്യം നമ്മൾ യോഗ ചെയ്യുന്നത് നമ്മളൊരു ശവാസനം എന്നുള്ള ആസനത്തിൽ കിടന്നുകൊണ്ടാണ്. എന്താണ് ശവാസനം എന്ന് വെച്ചാൽ റിലാക്സേഷൻ, അത്രയേ ഉള്ളൂ. നമ്മൾ പലവിധ ചിന്തകളായിട്ടായിരിക്കും ഇവിടെ കടന്നു വരുന്നത്, അല്ലെ? നിങ്ങൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വരുന്ന വഴിയിൽ കുറച്ച് ക്ഷീണിച്ചായിരിക്കാം,
കുറച്ച് ചിലപ്പോൾ വിതച്ചിട്ടായിരിക്കാം. അപ്പോൾ പല സാധ്യതകളിലൂടെ നിങ്ങളോട് എത്തുന്നത്. അപ്പോൾ റിലാക്സേഷൻ എന്നുള്ള പോർഷനാണ് ആദ്യം നമ്മൾ യോഗയിൽ പഠിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്ന 2 ക്രിയകളാണ്. യോഗ എന്ന് പറയുന്നത് യോഗ ക്രിയകളുമുണ്ട്, ആസനങ്ങളുമുണ്ട്. അപ്പൊ ആസനങ്ങൾ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ കൂടി ആസനങ്ങൾ നമുക്ക് കുറച്ച് പഠിക്കാം. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് ശ്വസന വ്യായാമ ക്രിയകളാണ്. അപ്പോൾ ശ്വസന വ്യായാമ ക്രിയകൾ നമ്മൾ 2 എണ്ണമാണ് നമ്മളിത് പഠിക്കുന്നത്. ഒന്ന് കപാലഭാതി, ഒന്ന് ഭ്രമരി. നിങ്ങൾ കേട്ടോണം, കുട്ടികൾക്ക് ആവശ്യമായ കാര്യം, ഇതിൽ പലർക്കും പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ശക്തി, കഴിവ്, പ്രാപ്തി, അത് ഉന്മേഷം, ഇതെല്ലാം കിട്ടുന്ന 2 ക്രിയകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് കപാലഭാതി, 2 ഭ്രമരി. ഭ്രാമരം എന്ന് വെച്ചാൽ, ഭ്രമരി എന്ന് വെച്ചാൽ വണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോ കപാലഭാതി എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടുന്നു. അപ്പോൾ ലങ്സിന്റെ കപ്പാസിറ്റി, പ്രാണൻ, അതായത് ഓക്സിജൻ എന്ന് പറയുന്നതിനെ യോഗയിൽ പറയുന്നത് പ്രാണൻ എന്നാണ്. അപ്പൊ ആ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതായത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി 100%, 100% ഉള്ളപ്പോൾ നമ്മൾ വിനിയോഗിക്കുന്നത് വെറും 50-60%. അതുകൊണ്ടാണ് നമ്മൾ സാറ് നേരത്തെ പറഞ്ഞത് നിങ്ങളെല്ലാം അന്ന് ക്ഷീണിതരായിരിക്കുന്നത്. ആ ലെൻസിന്റെ കപ്പാസിറ്റി നമ്മൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നില്ല. അപ്പൊ അതെങ്ങനെ പ്രയോജനപ്പെടുത്താം, അതിനുള്ള ക്രിയകളാണ് ഞാൻ ഈ പറഞ്ഞ കപാൽഭാതി. പിന്നെ രണ്ടാമത് വരുന്നത് ഭ്രമരി. ഇതിലൊക്കെ ഒരുപാട് ക്രിയകളുണ്ട്. പക്ഷെ നിങ്ങൾക്കിപ്പോ കുട്ടികളായി നിങ്ങൾ പഠിക്കേണ്ടത് ഈ 2 ക്രിയകളാണ്. അതായത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഒരു ക്രിയയാണ് ഭ്രമരി. മനസ്സിലായി? അപ്പൊ ഭ്രമരി എന്ന് പറയുന്ന ക്രിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കുന്ന, നിങ്ങൾക്ക് ഓർമ്മശക്തി, അതുപോലെ നിങ്ങളുടെ ഓക്കൽ, ഈ ഭാഗത്തുള്ള ഓക്കലൊക്കെ നല്ല എക്സ്പാൻഡ് ആവും, നല്ല പെർഫെക്റ്റ് ആവും. ഈ ഗായകരെ, പാടുന്ന ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്രിയകളാണ്. ഇന്ന് യൂട്യൂബിലൊക്കെ നോക്കി ഒത്തിരി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സാധ്യതകള് ഇത് നിങ്ങളെ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇന്ന് യോഗ ഡേ ആണ്, ഇനി അടുത്ത യോഗ ഡേക്ക് മാത്രം ഇത് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ ഇതിലൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര ചിട്ടയും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. യോഗ എന്ന് പറയുന്നത് നമ്മൾ ചിട്ടയായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ അത് യോഗയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഭ്രമരി, കപാൽഭാതി. പിന്നെ നമ്മൾ ചെയ്യുന്ന ശ്വസന ഒരു ആസനമാണ് മത്സ്യാസനം, മേരുദണ്ഡാസനം, മത്സ്യാസനം, അങ്ങനെയുള്ള അതെല്ലാം തന്നെ നമ്മുടെ ഈ ഹാർട്ട്, നമ്മുടെ നെഞ്ചിന്റെ ശ്വസന പ്രക്രിയ എല്ലാം ഉത്തേജിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത് മത്സ്യാസനം. മത്സ്യാസനം വെച്ചാൽ നമ്മുടെ നെഞ്ചിന്റെ വികാസം. അപ്പൊ ശ്വാസം, അതായത് നിങ്ങളൊന്നും നോക്കണ്ട, പ്രാണൻ എവിടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തും, എവിടെയൊക്കെ അതിന് ബ്ലോക്ക് ഉണ്ട്, ആ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ പ്രാണനെ നമ്മൾ എത്തിക്കുക. അതാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഒരുപാട് നിങ്ങൾ പഠിപ്പിക്കാനും ആഗ്രഹിക്കുന്നത്. ഈ 2-3 കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നെ സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്കത് ചെയ്യാൻ പാടാണ്. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ 8 ആസനങ്ങളാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും യോഗയുടെ ഒന്നും ചെയ്തില്ലെങ്കിലും രാവിലെ സൂര്യ നമസ്കാരം ചെയ്താൽ തന്നെ നിങ്ങൾ ആൾറെഡി 8 ആസനങ്ങൾ അതിൽ വരികയാണ്. 12 സ്റ്റെപ്പാണ് യോഗയില് ഈ സൂര്യ നമസ്കാരത്തിൽ വരുന്നത്. 12 സ്റ്റെപ്പില് നമ്മൾ ഈ 12, അത് നിങ്ങളൊരു 12, 24, അതായത് വലത് കാല്, ഇടത് കാല്, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ 24 സ്റ്റെപ്പ് വരും. അങ്ങനെ നിങ്ങൾ 5 പ്രാവശ്യം ചെയ്താൽ മതി. ഇപ്പോഴുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എനർജി വേസ്റ്റ് ആകുന്നില്ല. അതാണ് ക്ഷീണത്തിന് കാരണം. അപ്പൊ എനർജി വേസ്റ്റ് ആക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ രാവിലെ ചെയ്താൽ മതി. നമ്മൾ കഴിക്കുന്ന അത്രയും ആഹാരം, ഇപ്പൊ സ്പോർട്സ് അങ്ങനെയുള്ള കുട്ടികൾ ഒരു പക്ഷേ എനർജി വേസ്റ്റ് ആവും. പക്ഷെ അല്ലാത്ത കുട്ടികൾ എന്ത് പറ്റും? ഈ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടക്കും, എനർജി വേസ്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ എന്തിനും ഡിപ്രസ്ഡ് ആവും. നമുക്ക് എല്ലാത്തിനും ഒരു മയക്കം, എല്ലാത്തിനും ഒരു ക്ഷീണം. ചില കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ മയങ്ങുന്ന ടീച്ചേഴ്സ് കാണും, അല്ലേ? അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. അത് രാവിലെ ഒരു 20 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം ഒരു സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മൾ എനർജറ്റിക് ആവും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കപാൽഭാതി, ഈ പിന്നെ ഭ്രമരി കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നല്ല എനർജറ്റിക് ആവും. നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങൾക്ക് ഒരു ക്ഷീണം തോന്നി, ആരും അറിയണ്ട, ടീച്ചർ ഒന്നും അറിയാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊരു ഭ്രമരി പതുക്കെ നിങ്ങൾ വിടാതെ ചെയ്താൽ മതി. നിങ്ങൾ വീണ്ടും 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരും.
ഇതൊന്നും ചെയ്യേണ്ടി വരില്ല, കൃത്യമായിട്ട് ചെയ്താൽ. ഒരു പക്ഷേ ക്ലാസ്സിൽ ഒരു ചെറിയ മയക്കം വന്നു, പഠിക്കാൻ ശ്രദ്ധിക്കുന്നില്ല, ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്തോന്ന്, ഈ കപാൽഭാതി ചെറിയൊരു ശ്വസന വ്യായാമം ക്രിയാമം ചെയ്താൽ മതി. ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, എല്ലാം റെഡിയല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്രിയകളാണ് അല്ലെ? ക്രിയകൾ ഞാൻ പറഞ്ഞു, 2 ക്രിയകളാണ്. ഒന്ന്, പിന്നെ നമുക്ക് ഇരുത്തം. ഇരുത്തം എന്ന് പറയുമ്പോൾ ഈ സുഖാസനം എന്ന് പറയുന്ന ഇരുത്തത്തിലാണ് നിങ്ങളിപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. സുഖമായ ആസനം. നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കംഫർട്ട് വേണം, മനസ്സിലായോ അല്ലെ? നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? പിന്നെ നടു എന്ത് വേണം? നിവർന്നിരിക്കണം. തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇതേപോലുള്ള ഈ വീട്ടിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെയുള്ള തൂണുകളുണ്ട്, ഇതിലോട്ട് ഇങ്ങനെ നടു നമ്മളിങ്ങനെ നിവർന്നിരിക്കണം. ആദ്യം നമ്മൾ നടു നിവർന്ന് ഇരിക്കാൻ പഠിക്കണം അല്ലെ? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ശവാസനത്തിൽ നമുക്ക് ആദ്യം കിടക്കാം. ഞാൻ കാണിച്ചു തരാം ശവാസനത്തിൽ എങ്ങനെയാണ് കിടക്കുന്നത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ശവാസനത്തിൽ കിടന്നുകൊണ്ടാണ് ഒരു റിലാക്സേഷൻ ആണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനുശേഷം ശവാസനത്തിൽ കിടന്നതിന് ശേഷം നമ്മൾ 2 കാലുകളും നമ്മൾ അടുപ്പിച്ച് 2 കൈകളും പുറകിലോട്ടാക്കി സ്ട്രെച്ച് ചെയ്ത്, ലോങ് സ്ട്രെച്ച്, നല്ല ഭംഗിയായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് എന്ത് ചെയ്തു, നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ വലത് ഭാഗം ചരിഞ്ഞ് നമ്മൾ എണീക്കുന്നു. അതാണ് ശവാസനം. ഇത്രയേ ഉള്ളൂ. ശവാസനം എന്ന് പറഞ്ഞ ആസനമാണ് നമ്മൾ ആദ്യം ചെയ്യാറ്. അപ്പൊ എല്ലാവരും ഒന്ന് കിടന്നേ. ചെറുതായിട്ട് ഞാൻ കാല് 2 ശകലച്ചകത്തി വെച്ചേ. കാല് 2 ശകലച്ചകത്തി വെച്ചേ. കുറച്ചുകൂടെ അകത്താം, കുറച്ചുകൂടെ അകത്തി വെച്ചേ. കൈ ഇങ്ങനെ മലത്തിയിടും. നമ്മളെ കൈ എങ്ങനെ കിട്ടും? ഇങ്ങനെ ഇങ്ങനെ അതേ ഇങ്ങനെ മലത്തി, ഇങ്ങനെ മലത്തിയിട്ടെ. എന്തായാലും നമ്മൾ ഇങ്ങനെ കിടക്കുന്നു അല്ലേ? അപ്പൊ ഇത് എന്നിട്ട് നമ്മൾ കണ്ണടയ്ക്കുന്നു. കണ്ണടച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ ബാക്കി കാര്യം ഒന്നും ഓർക്കരുത്. നമ്മുടെ ആ ക്ഷീണം, നമ്മുടെ ജസ്റ്റ് റിലാക്സേഷന്റെ പോസ് ആണത്. യോഗയുടെ ഓരോ ആസനങ്ങളും, അതായത് അതിന്റെ സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് യോഗ ആസനങ്ങൾക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നതാണ് ശവാസനം. ഒരുപാട് നീട്ടിയിട്ട ശകലം, ഒത്തിരി നീട്ടിയിട്ട ഒരു ശകലം കൈ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ശവാസനം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മുടെ 2 കാലുകളും നമ്മൾ ക്രോസ് ചെയ്യുന്നു. 2 കാലുകൾ അടുപ്പിച്ച് വയ്ക്കുന്നു അല്ലെ? 2 കാലുകൾ നമ്മൾ ക്രോസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ 2 കൈകളും നമ്മൾ പുറകിലോട്ട് കൊണ്ടുപോകുന്നു. Both legs closed, both hands behind the head. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ചേർത്ത് പിടിക്കുക. എങ്ങനെ പിടിക്കണം? ബാക്കോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്തേ. മാക്സിമം സ്ട്രെച്ച് ചെയ്തോ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി ആ കൈയെല്ലാം പഴയതുപോലെ വെക്കുക. അടുപ്പിച്ച് 2 കൈ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ വലത് ഭാഗം ചരിഞ്ഞ് എണീക്കുക. പതുക്കെ വലത് ഭാഗം ചരിഞ്ഞെണീക്കുക. ഇപ്പോ ഇതാണ് നമ്മുടെ യോഗ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ റിലാക്സേഷൻ, നിങ്ങൾ വന്ന് കിടന്ന്, ഞാനത് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് ശവാസനം എന്നുള്ള പോസ്. യോഗയുടെ നമ്മൾ യോഗ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു പോസാണ് ഇത്, ശവാസനം. എല്ലാവരും നോക്കിക്കൊണ്ടേ. എന്റെ കൈ ഇരിക്കുന്നത് നോക്കണം, കണ്ടോ? കാല് ഞാൻ വെച്ച ഇങ്ങനെ നോക്കുക, ഇങ്ങനെ കണ്ട, ഇത്ര അകലത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് ശേഷം നമ്മൾ വീണ്ടും ഈ 2 കാലുകൾ ഇങ്ങനെ അടുപ്പിക്കുന്നു. അതിനുശേഷം ഈ 2 കൈകളും തലയുടെ ബാക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ലോങ് സ്ട്രെച്ച്, നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നു. ആ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്വാസം നമ്മൾ ഇൻഹെയിൽ ചെയ്യുക. ഇൻഹെയിൽ എക്സെയിൽ നിങ്ങൾക്കറിയാലോ, നിങ്ങളെല്ലാം ഇംഗ്ലീഷ് മീഡിയമാണ് അല്ലെ? ഇൻഹെയിൽ ചെയ്യാന്ന് വെച്ചാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എക്സെയിൽ എന്ന് വെച്ചാൽ ശ്വാസം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഹെയിൽ ചെയ്യേണ്ട, നമ്മൾ മാക്സിമം നമ്മൾ ഇൻഹെയിൽ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ശ്വാസം എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ശ്വാസം വിടുകയാണ് ചെയ്യുന്നത് പതുക്കെ. എന്നാ നോക്കിക്കോ, ഇങ്ങനെ കാല് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ 2 കൈ ഇങ്ങനെ വെച്ച് ഇൻഹെയിൽ ചെയ്യണം.
എന്നിട്ട് നമ്മുടെ വലത് ഭാഗം ചരിഞ്ഞാണ് എണീക്കുന്നത്. മനസ്സിലായി അല്ലേ? ഇതാണ് നമ്മൾ യോഗയിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങളെ യോഗ ചെയ്യാൻ രാവിലെ റെഡിയായി വന്നിട്ട് ആദ്യം ഇതേപോലെ എന്തെങ്കിലും ഒരു ഷീറ്റോ പരമ്പോ പിന്നെ മാറ്റോ അങ്ങനെ മാറ്റൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും നല്ല കംഫർട്ടായിട്ട് ഇതേപോലെ വിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇരിക്കുന്ന കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു, ശ്രദ്ധിക്കാൻ പറഞ്ഞു അല്ലേ? ഇരിക്കുക ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട അടുത്തത്, നമ്മുടെ വിരലുകൾ ഒരു മുദ്രയാണ്, ചെറിയൊരു മുദ്രയാണിത്. ഇത് ശ്വാസ ക്രമീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുദ്രയെന്ന് കൂട്ടിയാൽ മതി. ഇതിനെയാണ് നമ്മൾ ചിന്മുദ്ര എന്ന് പറയുന്നത്. നമ്മുടെ ഈ തള്ളവിരൽ ഇത് നമ്മൾ ചൂണ്ടുവിരലുമായിട്ട് നമ്മൾ ചേർക്കുന്നു. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുക. കണ്ട ഈ മുദ്ര എന്താ പറയുന്നത്? ചിന്മുദ്ര. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ജസ്റ്റ് അല്ലേ? നമ്മളിതാ ഇങ്ങനെ ഇരുന്ന് നടു നിവർന്നിരിക്കുന്നു. ഇനി കാല് വയ്ക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് കാല് വയ്ക്കാം. ഇതാ എന്ത് ചെയ്യാൻ പറ്റും? ഈ കാലിനെ നമ്മളിതാ ഇങ്ങനെ വയ്ക്കുന്നു. ഇതിനെന്താ പറയുന്നത്? ഇതിനെ അർദ്ധപത്മാസനം എന്ന് പറയുന്നു. പത്മാസനമാണെങ്കിൽ നമ്മൾ ഈ കാലൂടെ എൻ്റെ മേടി വരും കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇരിക്കാൻ പറ്റുന്നവരിരുന്നാൽ മതി, ഇല്ലാത്തവർ സുഖാസനത്തിൽ ഇരുന്നാൽ മതി. കാര്യം യോഗ ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ട് വേണം. നമുക്ക് വേദന, പെയിൻ ഒന്നും വരാൻ പാടില്ല. ആ പെയിൻ ഇല്ലാതാക്കാനാണ് നമ്മൾ ആസനങ്ങളിലോട്ട് പോകുന്നത്. ആ ആസനത്തിലോട്ട് പോയിട്ടാണ് നമ്മൾ ധ്യാനത്തിലോട്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പെയിൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഈ നടു നിവർന്നിരിക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, തൂണിൽ ഇതേപോലെ ഇരുന്നിട്ട് ഇതേപോലെ നടു നിവർന്നിങ്ങനെ ഇരിക്കുക. കണ്ടോ? ഇല്ലേ? ഇത് ചെയ്തില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സംശയമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളൂ: യമം, നിയമം, ആസനം. അപ്പൊ എന്താണ് യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇത് 3മാണ് യമത്തിൽ വരുന്നത്. അഹിംസ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്ട്? അഹിംസ, ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. അല്ലേ? നമ്മളൊരു അഹിംസ, ഗാന്ധിജി പറഞ്ഞ ആ പ്രിൻസിപ്പിളിൽ വരുന്നതാണ് അഹിംസ. എന്താണ്? ആരെയും ഉപദ്രവിക്കാതിരിക്കാതെ. പിന്നെ രണ്ടാമത് സത്യം, അതും ഗാന്ധിജി പറഞ്ഞതാണ് സത്യം. അല്ലെ? ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പാലിക്കുക. അപ്പൊ യോഗയിലോട്ട് കടക്കുന്ന ഒരു വിദ്യാർത്ഥി പാലിക്കേണ്ട, അതായത് ആസനത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആ വിദ്യാർത്ഥി പാലിക്കേണ്ട ക്രമങ്ങളാണ് യമത്തിൽ വരുന്ന 5 കാര്യങ്ങൾ. എന്തൊക്കെയാണത്? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. എന്താണ് അസ്തേയം എന്ന് വെച്ചാൽ? എന്താണ് അസ്തേയം? അന്യന്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക, അന്യന്റെ വസ്തുക്കളൊന്നും ആഗ്രഹിക്കാതിരിക്കുക. അല്ലേ? നമ്മുടെ കാര്യം നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ പൂർണ്ണമായും തൃപ്തരായിരിക്കുക, സന്തോഷവാനായിരിക്കുക. ബാക്കിയുള്ളവർ അവർക്ക് കിട്ടിയവർക്ക് ഇരുന്നോട്ടെ, എന്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ലേ? അപ്പം ആദ്യം പഠിച്ചു അഹിംസ, ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. അത് നമുക്ക് അല്ലേ പരസ്പരം അടികൂടാതിരിക്കുക. അതൊക്കെയാണ് അഹിംസയിൽ വരുന്നൊരു കാര്യമാണ്. എന്തിനാ പറയുന്നത്? വിദ്വേഷം, വെറുപ്പ്, പക. യോഗയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ജാതി, മത, വർണ്ണ, വർഗ, വൈ അതൊന്നും ഇല്ലാത്ത രീതിയിൽ. അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് യോഗ അന്താരാഷ്ട്ര ദിനത്തിൽ എത്തിച്ചേരാൻ കാര്യം. ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നുമില്ല അതിനൊക്കെ അതീതമാണ് യോഗ. അല്ലേ? അതുകൊണ്ടാണ് ഇന്ത്യക്ക് പുറത്ത് യോഗ എത്താൻ കാര്യം. വിവിധ രാജ്യങ്ങളില്, വിവിധ വിശ്വാസികളില് എല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും മാർഗം ചെയ്യാൻ കാര്യം ഇതൊരു പ്രത്യേക പദ്ധതിയാണ്. ഇതിന് ജാതി മതമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ആർക്കും അഭ്യസിക്കാം. അപ്പൊ എന്താണ് അടുത്തത്? അപരിഗ്രഹം. ഞാൻ പറഞ്ഞ അസ്തേയം, അന്യന്റെ മുതൽ കൈവശപ്പെടുത്താനുള്ള ആഗ്രഹം, അത് വേണ്ട. പിന്നെ ബ്രഹ്മചര്യം, അത് ബ്രഹ്മചര്യയുടെ മനസ്സ് നിരന്തരം സത്യാന്വേഷണ നിരതമായിരിക്കും. അവർ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കും. അതാണ് ബ്രഹ്മചര്യം ഉദ്ദേശിക്കുന്നത്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രഹ്മചര്യം അല്ല. 3 അപരിഗ്രഹം, ഭൗതിക നേട്ടങ്ങളിൽ നിന്നും മനസ്സ് വിടുന്നത്. കുറെ മാർക്കൊക്കെ കിട്ടി, 100 മാർക്കും കിട്ടി, ഇത് ഞാൻ എല്ലാമായി. ആണോ? അങ്ങനെ നമ്മൾ ഭൗതികമായി നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അപ്പൊ അതാണ് യമം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ യമത്തിലെ പറഞ്ഞ കാര്യങ്ങൾ അറിയാലോ. യമത്തിൽ പറഞ്ഞു അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇനി അടുത്ത് വരുന്നത് നിയമം.
അപ്പൊ യമം, നിയമം, ആസനം ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതില് രണ്ടാമത് വരുന്നതാണ് നിയമം. എന്താണ് നിയമം? അതിന്റെ നിയമത്തിൽ ആദ്യം വരുന്നത് ശൗചം. ശൗചം അർത്ഥം എന്താണ്? വൃത്തി അല്ലെ? വൃത്തി എന്ന് വെച്ചാൽ എന്താണ്? എന്ത് വൃത്തി? ആന്തരികമായും ബാഹ്യമായുള്ള വൃത്തി അല്ലെ? ആന്തരികമായുള്ളതാണ് നമുക്ക് മാനസികമായ ശുദ്ധി അല്ലെ? എല്ലാ കാര്യവും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശുദ്ധമാക്കുക എന്ന് പണ്ടത്തെ ആൾക്കാർ പറയും. ശുദ്ധിയുള്ള മനസ്സിന് അല്ലെ? എല്ലാവരും പറയുന്നത് നല്ല പ്രസന്നവതനാണ് ആൾക്കാർ. കാരണം മനസ്സത്രയ്ക്ക് ശുദ്ധിയുള്ളതായിരിക്കണം. അതുപോലെ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ശരീരം ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റ് എണീക്കുന്നത് ഉൾപ്പെടെ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ എണീറ്റ് നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ കിടക്കുന്ന സ്ഥലം നല്ല നീറ്റായിട്ട് വെക്കുക. അതാണ് ആദ്യം ഒരു വ്യക്തി ചെയ്യേണ്ടത് അല്ലെ? എണീറ്റ് നമ്മൾ കിടക്കുന്ന കിടക്കയൊക്കെ വിരിച്ച് പിന്നെ അതിനുശേഷം നമ്മൾ ടോയ്ലറ്റിൽ പോയി അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി. അപ്പൊ അതാണ് ശരീരശുദ്ധി, അതാണ് ശുദ്ധിത്വം, ശരീരശുദ്ധി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാനസിക ശുദ്ധി. ഇനി രണ്ടാമത് വരുന്ന സന്തോഷം. സന്തോഷമൊക്കെ നമ്മുടെ പ്രസന്നവദനാണ്. എപ്പോഴും സന്തോഷം. വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമ്മൾ വളരെ ഹാപ്പിയാണ്. സന്തോഷമായിട്ട് നിങ്ങൾ ഇരുന്നാലേ ക്ലാസ്സിൽ ഇരുന്നാലേ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പഠിപ്പിക്കാൻ പറ്റും. ഒരു കുട്ടി വിഷമിച്ചിരുന്നാൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം സന്തോഷവദനായിരിക്കുക. 3 തപസ്, മനഃശുദ്ധി നിലനിർത്തുന്നുള്ള നിരന്തര ശ്രദ്ധ, അതാണ് തപസ്. അതിനോട്ട് നിങ്ങൾ കൂടുതൽ പോകണമെങ്കിലും മനസ്സിനെ ശുദ്ധമാക്കി വെക്കുക. ഇനി വരുന്ന സ്വാധ്യായം, മാനസികമായ ഉന്നതിയിലേക്ക് നയിക്കുന്ന ജ്ഞാന സമ്പാദന, അതാണ് അറിവ്, അതാണ് സ്വാധ്യായം. കൂടുതൽ അറിവ് നിങ്ങൾ നേടുക. ഇനി വരുന്നത് ഈശ്വര പ്രതിദാനം, അത് വേണം. സർവ്വവ്യാപി നമുക്ക് ഈശ്വരൻ, നമുക്ക് ചിലർക്ക് ചില രൂപങ്ങളെ വെച്ച് ആരാധിക്കും, ചിലര് ബ്രഹ്മത്തെ ആരാധിക്കും അല്ലെ? അപ്പൊ അതിലൊരു ഒരു ചൈതന്യ, ഒരു ശക്തി, അതൊന്നും വേണ്ട. സയൻസ് പരമായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ട്. ആ പോസിറ്റീവ് എനർജി നമ്മൾ സ്വായത്തമാക്കുക, അതാണ് ഈശ്വര പ്രതിദാനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് വരുന്നതാണ് ആസനം. ആസനമാണ് ഞാൻ പറഞ്ഞു, മനസ്സിനെ ചിട്ടപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശരീരത്തെ ചിട്ടപ്പെടുത്തുക. അപ്പൊ നമ്മുടെ ശരീരത്തെ ചിട്ടമാക്കി വെച്ചതിന് ശേഷം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുശേഷമാണ് നമ്മൾ മനസ്സിനെ ചിട്ടപ്പെടുത്തേണ്ടത്. ശാരീരിക പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കി അതിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നേടുകയാണ് ലക്ഷ്യം. യോഗയുടെ ലക്ഷ്യം അതാണ്. ശാരീരികമായും മാനസികമായിട്ടും നമുക്ക് ആരോഗ്യം കിട്ടണം. നേരത്തെ നമ്മുടെ സാർ പറഞ്ഞ മാനസിക ബലം, മനസ്സ് സ്ട്രെങ്തനാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ യോഗയിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിവീൽ ചെയ്യാം. യോഗ എന്ന് പറഞ്ഞാൽ അതിന്റെ ആചാര്യൻ ഭാരതീയനായ പിന്നെ പതഞ്ജലി മഹർഷി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ചിത്തവൃത്തി നിരോധ, അതാണ് യോഗ അല്ലെ? മനസ്സിനെ ശക്തിപ്പെടുത്തുക അല്ലെ? അപ്പൊ അതാണ് ചിത്തവൃത്തി നിരോധ എന്നോട് ഉദ്ദേശിക്കുന്നത്, മനസ്സിനെ കീഴടക്കുക. അത് പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു അഷ്ടാംഗം എന്താണെന്ന് പറഞ്ഞു. അഷ്ടാംഗങ്ങൾ നിങ്ങൾ 3 കാര്യങ്ങൾ മാത്രം പഠിക്കുക: യമം, നിയമം, ആസനം. ആ യമത്തിൽ വരുന്ന 5 കാര്യങ്ങൾ, നിയമത്തിൽ വരുന്ന 5 കാര്യങ്ങൾ, പിന്നെ ആസനം. ഇനി നിങ്ങൾക്ക് ഈ യോഗ എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വർഷത്തോടു കൂടി നിങ്ങൾക്ക്, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തോടു കൂടി നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ടാകും. നിങ്ങൾക്കൊരു ബുക്ക് ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിടന്ന നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവർക്കും ട്രെയിനിങ് കിട്ടും. ഇപ്പൊ അവർക്ക് ഒരു ട്രെയിനിങ്, അവർക്ക് പല ട്രെയിനിങ്ങുകളും ടീച്ചേഴ്സിന് കിട്ടുന്നുണ്ട്. അതുപോലെ യോഗ പഠിപ്പിക്കുന്നവരുടെ ട്രെയിനിങ് അധ്യാപകർക്ക് കിട്ടും. അപ്പൊ എല്ലാ ദിവസവും മിക്കവാറും നിങ്ങൾക്ക് ഒരു പീരീഡ് എങ്കിലും യോഗയ്ക്ക് കാണും. ഇപ്പോ CBSE സ്കൂളുകളെല്ലാം തന്നെ അവരുടെ സ്കൂൾ ദിവസം തുടങ്ങുന്നത് യോഗയിലാണ്. അവരുടെ സ്കൂൾ ദിവസം നമ്മളെ പ്രാർത്ഥന തുടങ്ങൂലേ, പ്രാർത്ഥനയോടൊപ്പം തന്നെ യോഗയുടെ ആസനങ്ങൾ, ചെറിയ ചെറിയ എക്സസൈസുകൾ, അതോടുകൂടിയാണ് ക്ലാസ് തുടങ്ങുന്നത്. അതുകൊണ്ട് യോഗയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. Inhale, arms arched back. Exhale, bend forward down. Inhale, right leg back. Retain, other leg back. Exhale, knees and chest forward down. Inhale, head up, chest up. Exhale, inverted V. Inhale, right leg forward. Exhale, other leg forward. Inhale, arms arched back. Exhale, relax to relax. ഇതാണ് സൂര്യ നമസ്കാരത്തിന്റെ വലത് ഭാഗത്തുള്ള സ്റ്റെപ്പാണ് ഞാൻ ചെയ്തത്. ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. 2 കൈകളും നമ്മൾ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുറകിലോട്ട് പോകുന്നു. കണ്ട ഈ രണ്ട് കൈകൾ. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ മുന്നോട്ട് വരുന്നു. കണ്ട ഇതെല്ലാം നമ്മൾ ഓരോ ആസനങ്ങളാണ്. അപ്പൊ ഞാനിപ്പോ ഈ ചെയ്ത ആസനത്തിന്റെ പേര് പാദഹസ്താസനം എന്നാണ്. അപ്പൊ അതേപോലെ നമുക്ക് ഓരോ പേരുണ്ട് ഓരോന്നും. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഞാൻ എന്റെ വലത് കാല് പുറകിലോട്ട് വെച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ശ്വാസം വിട്ടുകൊണ്ട് ഞാൻ എന്റെ ഇടത് കാല് പുറകിലോട്ട് വെച്ചു. ശ്വാസം വിട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വീണ്ടും എന്റെ ഈ തല ഉൾപ്പെടെ ഇങ്ങനെ തള്ളി ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട്, ഇതിനെ ഭുജംഗാസനം എന്ന് പറയുന്നു. ഇത് ഒരു ആസനമാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ ഇങ്ങനെ ശ്വാസം വിട്ടുകൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു പോസിൽ നിന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ശ്വാസം എടുത്തുകൊണ്ട് ഈ വലത് കാല് മുന്നിലോട്ട് വെച്ചു. വീണ്ടും അടുത്തത് ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാല് വെച്ചു. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലോട്ട് പോയി. അത് നിങ്ങൾക്ക് കുറച്ച് ഗ്രൂപ്പായിട്ട് കുറച്ച് പേർക്ക് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അതിൽ 8 ആസനങ്ങൾ ഉൾപ്പെടെ നമ്മൾ 12 സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. ഇടത് കാലും വലത് കാലും വെച്ച്. അപ്പൊ 24 എണ്ണം നമ്മൾ ഒരു നേരം ചെയ്യും. അങ്ങനെ 5 എണ്ണം നിങ്ങൾ രാവിലെ ചെയ്താൽ നിങ്ങൾ എനർജറ്റിക് ആവും ഫുള്ള്. അന്നത്തെ ദിവസം നമുക്ക് ഉഷാറായിരുന്നു. സമയം കഴിഞ്ഞ് ഇനി എനിക്ക് 2 സ്കൂളിൽ പോയി പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. യോഗ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. യോഗയുടെ ആചാരം എന്തെന്ന് മനസ്സിലായി അല്ലേ? പിന്നെ യോഗയുടെ അഷ്ടാംഗം എന്താണെന്ന് ഞാൻ പഠിച്ചു. നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധിയാണ് യോഗയുടെ അഷ്ടാംഗങ്ങൾ എന്ന് പറഞ്ഞു. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ 3 കാര്യം മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിയമം അതിൽ 5 എണ്ണം വരുന്നുണ്ട്, നിയമം അതിൽ 5 എണ്ണം വരുന്നുണ്ട്, പിന്നെ ആസനം അല്ലേ? അപ്പോൾ നമുക്ക് മാനസികമായും ശാരീരികമായും നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സ്ട്രെങ്തനാക്കുക, ശക്തി പ്രാപിക്കുക, ശക്തിപ്പെടുത്തുക. അതാണ് നമുക്ക് യോഗയുടെ ലക്ഷ്യം അല്ലേ? മനസ്സിനെ കീഴടക്കുക. എന്താണ് പതഞ്ജലി മഹർഷി യോഗയെ കുറിച്ച് പറഞ്ഞത്? ചിത്തവൃത്തി നിരോധ. അതാണ് യോഗ. മനസ്സിലായില്ലേ? അല്ലാതെ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായത് യോഗ. അതുകൊണ്ടാണ് ഇന്ത്യയിലല്ലാതെ പുറത്തുള്ള രാജ്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്? യോഗ ചെയ്യുന്നത്. യോഗയുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് യോഗയുടെ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് എല്ലാ രാജ്യങ്ങളും ജൂൺ 21 ആചരിക്കുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായി നമുക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതിന് ഒരു അവസരം തന്ന ഇതിന്റെ സ്കൂളിലെ എല്ലാ പ്രവർത്തകർക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളതെല്ലാം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം, പറഞ്ഞിരിക്കാം. ഓക്കെ. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട കുടവൂർ വാർഡ് മെമ്പർ ശ്രീ തോന്നയ്ക്ക് രവി സാറിനും ഇന്നിവിടെ യോഗ പ്രദർശനം ചെയ്തതും യോഗ ക്ലാസ് നടത്തിയതുമായ ശ്രീ രാജേഷ് സാറിനും